ഹലോ, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണം. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ രേവതി സച്ചിയെ കുറ്റം പറഞ്ഞ ആൻ്റണിയെ, അതായത് ശരത്തിൻ്റെ കൂട്ടുകാരെ ആൻ്റണിയെ തല്ലം കയ്യൊങ്ങാണ്. ഇനി മേലെ നീ എൻ്റെ സച്ചിയേട്ടനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് നിൻ്റെ ചെവിട് പൊട്ടിക്കുന്നൊക്കെ പറയാണ് രേവതി. അതുപോലെ തന്നെ ശ്രുതി കാറെടുക്കുക, ശ്രുതിയും കൂട്ടി പോകണു. ശ്രുതിയും കൂട്ടി പോയിട്ട് അവർ കാറ് ബുക്ക് ചെയ്യുക. അവർ ഇഷ്ടപ്പെട്ട കാർ എടുക്കുന്ന സമയത്ത് സച്ചി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒക്കെ നോക്കി റെഡിയാക്കുന്ന സമയത്ത് സച്ചിയുടെ കൂട്ടുകാരനെ രാഷ്ട്രീയപ്രവർത്തക അനൂപിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സച്ചിയും കാറ് ഷോറൂമിലേക്ക് കാറ് നോക്കാൻ വരുന്നു. എന്നിട്ട് അവർ ഇഷ്ടപ്പെടുന്നത് ഒരേ കാറ് തന്നെയാണ്. എന്നിട്ട് സച്ചിയോട് പറയുന്ന മാനേജർ, സച്ചി ആ വന്നേക്കണ ആളോട് ഒന്ന് സംസാരിച്ച് ചിലപ്പോൾ ഈ കാറ് സച്ചിക്ക് കിട്ടുമെന്ന് പറയണം. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രുതിയാണെന്ന് അറിയുമ്പോൾ സച്ചി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയണം, ഇവനാണ് ബിസിനസ്സുകാരൻ, ഇവൻ എന്ത് ബിസിനസ്സുകാരനാണ്, എടാ പൈസ ദൂർത്തടിക്കാതെ ആദ്യം ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് നീ കാറ് മേടിക്കുന്നൊക്കെ പറയണം. അങ്ങനെ സച്ചി വാദിച്ചുകൊണ്ട് സച്ചി അവിടുന്ന് ശ്രുതി മേടിക്കാൻ ഉദ്ദേശിച്ച കാറ് സച്ചിയുടെ കൂട്ടുകാർക്ക് മേടിച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടുകാർക്ക് കാറ് മേടിച്ചു കൊടുത്ത സന്തോഷത്തിൽ അവർ മദ്യപിക്കാൻ ബാറിലേക്ക് പോകുമ്പോൾ സച്ചിയെ വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പോകുന്നില്ല. വീണ്ടും നിർബന്ധിക്കുകയാണ് സച്ചിയെ മദ്യപിക്കാൻ. പക്ഷേ സച്ചി പോകുന്നില്ല. അങ്ങനെ അവർ ബാറിന് വിളിക്കുന്നത്, ഞങ്ങളിപ്പോൾ പോയിട്ട് വരാം, സച്ചി പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ പോണ സമയത്ത് സച്ചി പെട്ടെന്ന് എന്തോ കണ്ടുപിടിച്ച പോലെ തിരിഞ്ഞു നോക്കി നിൽക്കണ ആ ഒരു ക്ലൈമാക്സാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നത്. ഫുൾ കഥ എൻ്റെ ചാനലിൻ്റെ കൂട്ടുകാരൻ്റെ ചാനൽ കയറി കഥ കണ്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്